സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയൊരു നീതിയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് നമ്മുടെ നീറ്റ് യുജിനെ പറ്റി. ശരിക്കും ഞെട്ടിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായിട്ട് ഉത്തരവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഗ്രേസ് മാർക്ക് കൊടുത്ത ആർക്കൊക്കെയാണോ ഗ്രേസ് മാർക്ക് കിട്ടിയത്, സമയം തികഞ്ഞില്ല എന്ന പേരിൽ ഗ്രേസ് മാർക്ക് കിട്ടിയ 1600 സംതിങ് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് 2 ഓപ്ഷനാണ് ഗവൺമെൻറ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഒന്നെങ്കിൽ അവർക്ക് റീനീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഗ്രേസ് മാർക്ക് കുറയ്ക്കും. അപ്പം സിമ്പിളായിട്ട് അവർ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നമുക്ക് നഷ്ടപ്പെട്ട സമയത്തിൻ്റെ കാര്യം എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സോ ഇവരുടെ ഓപ്ഷൻ അനുസരിച്ച് ഇവർക്ക് റീനീറ്റ് ചെയ്യാം. ഇത്രയും പേർക്ക് ജൂൺ 23 ആണ് അവർ പറയുന്ന എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും പേർക്ക് വേറൊരു എക്സാം. ഇനി അവരെങ്ങനെ പഠിക്കുന്നത്? ഇത്രയും നാളും നമുക്കിപ്പോൾ ഒരാഴ്ച തന്നെ ഒരു ടോപ്പിക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതിനകത്ത് ഒരുപാട് കൺഫ്യൂസ് സ്റ്റേറ്റ് ആവും. നമുക്ക് ആ ഒരു പഠിച്ച് വരുന്ന ലെവലിൽ നമുക്ക് അതിൻ്റെ ആ ഒരു എക്സാം എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം മെയ്യിൽ നടന്ന പരീക്ഷ ജൂൺ 23 ഒരാഴ്ചയുടെ ടൈം പീരീഡ് വന്നിട്ട് അടുത്ത ആഴ്ച നിങ്ങൾക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ എങ്ങനെ അതേ കണക്ക് പെർഫോമൻസ് ചെയ്യും? അന്ന് കിട്ടിയ മാർക്ക് ഈ എഴുതുന്ന ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ എന്തോ ചെയ്യാമെന്ന് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ഉണ്ട് ഇവിടെ. കാരണം 67 പേർക്ക് 770 കിട്ടിയതിൽ 7 സ്റ്റുഡൻസ് ഒരു സെൻറ്ററിലുള്ള മാത്രമാണ്. സോ ഇവിടുത്തെ വലിയ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ കിട്ടിയതെല്ലാം മിക്കതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. പിന്നെ ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേറെ ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന സാമ്പത്തിക ഇടപാട്, ഇവരുടെ ട്രാൻസ്പെറൻസി എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ പോരെ? ശരിക്കും പറഞ്ഞാൽ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ട് എന്തൊക്കെയോ തിരിമറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ നീറ്റിൻ്റെ 24 ലക്ഷം സ്റ്റുഡൻസ് പരീക്ഷ എഴുതുന്നതിൽ ഒരു 50-20 ഒരു 80% ഇപ്പോൾ കോച്ചിങ് എടുക്കുന്നവരാണ്. ഒരു വർഷം ഒരു കോച്ചിങ്ങിന് ശേഷം 1 ലക്ഷം രൂപയ്ക്ക് അടുത്താവും. കേരളത്തിലല്ല, നോർത്തിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയൊരു കോച്ചിങ് എടുക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും സ്റ്റുഡൻസിന് ഇത്രയും കോച്ചിങ്, എത്രായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് ശരിക്കും നടക്കുന്നതെന്ന്. സോ നമ്മളിവിടെ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ഒരു റീനീറ്റ് നടന്നു കഴിഞ്ഞാൽ ശരിക്കുമുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ഒരുപാട് ബാധിക്കും എന്നതുകൊണ്ടായിരിക്കാം ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ NTA-യും ഗവൺമെൻറ്റും നമ്മുടെ സുപ്രീം കോടതിയൊക്കെ ഇതിനെതിരെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ഓർത്ത് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഈ എക്സാം ടോട്ടലി ക്യാൻസൽ ചെയ്തിട്ട് കുറച്ച് ടൈം പീരീഡ് കൊടുത്ത ശേഷം അടുത്ത എക്സാം നടത്തി ഇതിൻ്റെ ട്രാൻസ്പെറൻസിയെ ആൾക്കാർക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്നൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു അവരുടെ ഫ്രണ്ടിലുണ്ടായിരുന്നത്. അവരത് ചെയ്യാതെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി, ഗ്രേസ് മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിന് റീ എക്സാം ചെയ്യുക, ബാക്കിയുള്ള സ്റ്റുഡൻസ് അപ്പോൾ എന്തോ ചെയ്യും? അവർക്കെന്താ പൊട്ടറാണോ? നമ്മളെങ്ങനെ ഇത്രയും സ്റ്റുഡൻസിൻ്റെ ട്രാൻസ്പെറൻസി നമ്മളെങ്ങനെ വിശ്വസിക്കും? ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു ഓർഡറിന് ശേഷം എല്ലായിടത്തും വരുന്നത്. എന്തായാലും കുട്ടികൾ മീൻസ് നോർത്തിലെ സ്റ്റുഡൻസ് ആരും ഇതിൽ നിന്ന് ബാക്കപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. അവർക്ക് റീനീറ്റ് വേണമെന്നുള്ള ഒറ്റ ഇതിൽ നിൽക്കുകയാണ്. സോ ശരിക്കും പറഞ്ഞാൽ റീനീറ്റ് തന്നെയാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. അതല്ലാതെ കൗൺസിലിംഗ് ചെയ്താൽ ശരിക്കും ഇത്തവണത്തെ കൗൺസിലിംഗ് എല്ലാവർക്കും ഡൗട്ട്ഫുൾ ആയിരിക്കും. ഈവൻ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ അതൊരു ഡൗട്ട്ഫുൾ ആയിരിക്കും. അത്രേ പറയാനുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് അറിയണമെങ്കിൽ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസ് എന്താണ് ഇതിനുള്ള റെസ്പോൺസ് എന്നും ഇനി അടുത്ത സമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. എന്തായാലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ ടെസ്റ്റിംഗ് ഏജൻസിയും എല്ലാവരും കൂടെ ശരിക്കും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാവി നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആൾറെഡി ഈ മെഡിക്കൽ ഫീൽഡെന്ന് പറയുന്നത് നല്ല ഭയങ്കര ഡിപ്രഷനാണ്. കാരണം നമ്മൾ പറയുന്ന ഈ നീറ്റിൻ്റെ എക്സാം മാത്രമല്ല, നീറ്റ് PG എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് SS ഉണ്ട്, അത് കഴിഞ്ഞ് ജോലിയുണ്ട്. ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് പെയിൻറ്റിങ്ങോ സിനിമയോ ഒന്നുമല്ല. ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ സിനിമ പൊട്ടിയെന്നേ ഉള്ളൂ, അയാൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടോ, അല്ലെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്നവർ അടുത്ത സിനിമയ്ക്ക് പോകും. പക്ഷേ ഇത് ജീവൻ വെച്ചുള്ളൊരു കളിയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഉദാഹരണം പറഞ്ഞത്, നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ ഇവിടെ കേരളത്തിലൊരു ഓർത്തോപെഡിക് ഡോക്ടർ, അദ്ദേഹത്തിനൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം വന്ന വഴി MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഭാര്യയും ഭർത്താവ് വിട്ടതാണ്. അതൊരു കുട്ടിക്ക് നീലെന്തോ സർജറി എന്നാണ് എനിക്ക് ഓർമ്മയുള്ളത്. ചെറിയൊരു സർജറി ചെയ്ത് അതിലെന്തോ കോംപ്ലിക്കേഷൻ വന്നു. നമ്മളിപ്പം അതിൽ ആ കുട്ടി മരിക്കുകയാണ് ചെയ്തത്. സോ അതിനുവേണ്ടി അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ട്രിവാൻഡ്രത്തൊരു കുട്ടി ഒരു SR, അതും മെഡിസിനിലെ SR ആണ്. മെഡിസിൻ MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് SRship സീനിയർ റെസിഡൻസി ചെയ്യുന്ന സമയത്താണ് അനസ്തെറ്റിക് മരുന്ന് കുത്തിവെച്ചിട്ട് എന്തോ ജീവിതം മടുത്തു എന്നും എന്തൊക്കെയോ പറഞ്ഞ് അവരെ ചെയ്തത്. ആ ഡോക്ടർ ജനറൽ മെഡിസിനിലെ ഡോക്ടറാണ്. ആലോചിച്ച് നോക്കണം. ഇപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഹെവി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചുള്ള സാലറി ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം
ഈ ഇടയ്ക്ക് എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ കേരളത്തിൽ നോൺ ക്ലിനിക്കൽ PG എടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാനിപ്പം ഇഷ്ടംപോലെ സമയമുള്ള സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കി, ഒരു HR വിളിച്ച് നോക്കി. ഇപ്പോൾ ഒരു ജനറൽ GP ആയിട്ട് എല്ലാവരും പോകുന്നുണ്ട്. ഈവൻ ഈ MBBSന് 3rd ഇയറും 4th ഇയറും പഠിക്കുന്ന പിള്ളേർ ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ പല ഹോസ്പിറ്റലിലും ജോലി ചെയ്യുന്നുണ്ട്. അത് നമുക്കാർക്കും അറിയാത്തതുകൊണ്ടാണ്, മീൻസ് പുറത്താർക്കും അറിയാത്തതുകൊണ്ടാണ്. അതെനിക്ക് തന്നെ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പിള്ളേരൊക്കെ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ജോലിക്ക് ചോദിച്ചു നോക്കി. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, ഒരു 800 പ്ലസ് 1200 1500 ഇതിൻ്റെ അപ്പുറം ഇല്ല. അല്ലെങ്കിൽ PG കഴിഞ്ഞ ഡോക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ക്യാഷ് കിട്ടും ഡെയിലി. ഇതിപ്പോൾ ഡെയിലി ജോലിക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്, മന്ത്ലി അല്ല. മന്ത്ലി നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് വേറെ ഒരു ജോലി നിൽക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു ഡെയിലി ഒരു 800-1000 രൂപയ്ക്ക് താഴെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറിന് ഇവിടെ ശമ്പളം ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഗവൺമെൻറ്റിൽ പോയാലും 45-35 കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു 100 ഇരട്ടി നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഈ മെഡിക്കൽ പ്രൊഫഷൻ്റെ തന്നെ ഇഷ്യൂ. ഞാൻ വാരണാസിയിൽ ജോലി ചെയ്ത സമയത്ത് എനിക്ക് ഓർമ്മ, അവിടെ ഒരു കാർഡിയോളജിയിൽ ഒരു സാറുണ്ട്. എന്ന് ഞാൻ BH ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, അതിൻ്റെ കാർഡിയോളജിയിലെ സാറ് പെൻഷനായി. അദ്ദേഹത്തിൻ്റെ ഫുള്ള് പെൻഷൻ ആ കോളേജിൽ തന്നെയാണ് കൊടുത്തത്, അവിടുത്തെ റിസർച്ചിനും കാര്യങ്ങളും. ഇന്നും അദ്ദേഹം ഒരുപാട് പേര് അവിടുത്തെ പഠിക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, റിസർച്ചിന് വേണ്ടി സഹായിക്കുന്നുണ്ട്, ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ശരിക്കും മെഡിസിൻ എന്ന് പറയുന്നത് ഇത്തരം എന്താ പറയുക, സോൾഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് മുന്നോട്ട് വരേണ്ടത്. പക്ഷേ ഇന്നത് ഒരുപാട് മാറി, ഫുള്ള് മണിയായി. ഇപ്പോൾ ഒരു 8ാം ക്ലാസ് തൊട്ട് നമ്മൾ ഇതിന് കോച്ചിങ്ങിന് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് തൊട്ടേ നമ്മളിത് ക്യാഷാണ് നമ്മൾ കാണുന്നത്. വാർഷികം ഇത്ര കാശ് അടയ്ക്കണം, അതിന് ഓടി കിടക്കുന്ന വീട്ടുകാർ, അതൊന്ന് കണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ആ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൊച്ചിയിൽ ഒമാനിലേക്ക് നമ്മൾ ഈ മനുഷ്യൻ്റെ ഈ അവയവക്കടത്തിൻ്റെ ഇഷ്യൂ വന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഡോക്ടറൊക്കെ അത് ചെയ്യുമ്പോൾ അവരുണ്ടാവുന്ന മാനസികമായ എങ്ങനെ അവർക്കത് ചെയ്യാൻ കഴിയുന്നു എന്ന് ശരിക്കും ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടാണ്. ഒരാളെ രക്ഷിക്കുക മാത്രമല്ല, അയാളെ സാധനം കട്ടെടുത്ത് പുറത്ത് കൊടുത്ത് കോടിക്കണക്കിന് ക്യാഷ് ഉണ്ടാക്കി ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സമൂഹം തന്നെയാണ്. അത്രയ്ക്ക് പ്രഷറാണ്, മണി മൈൻഡായ ആൾക്കാരായി മാറിക്കഴിഞ്ഞു. ഈവൻ റിസർവേഷൻ തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ കൂട്ടത്തിൽ റിസർവേഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കാർ ശരിക്കും റിസർവേഷൻ അർഹപ്പെട്ടതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി, എവിടെ നോക്കിയാലും മതി. ഇപ്പം ഞാൻ അട്ടപ്പാടിയിൽ ഒരിക്കൽ ഒരു ട്രാവലിൻ്റെ ഭാഗമായിട്ട് പോയി, ഞാൻ ശരിക്കും ചിന്തിച്ചാണ്, വെറും കുടിൽ കണക്കുള്ള സ്ഥലമാണ്. ഈ SC/ST റിസർവേഷൻ അവരുടെ ഏതെങ്കിലും ഒരു കുട്ടികൾക്കാണ് കൊടുത്തിരുന്നെങ്കിൽ ആ ഏരിയ ഫുള്ള് രക്ഷപ്പെടും, അവരുടെ നെക്സ്റ്റ് ജനറേഷൻ രക്ഷപ്പെടും. ശരിക്കും ഈ SC/ST റിസർവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ കൊടുക്കുക. ഇപ്പോൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും എല്ലാം നല്ല സെൻട്രൽ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്നവരാണ്. കാരണം അവരുടെ റാങ്കും അത്രയ്ക്കുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോഴത്തെ SC/STയുടെ റാങ്ക് 1 700 പുറത്തുണ്ട്. അവരൊക്കെ 8th സ്റ്റാൻഡേർഡ് 7th തൊട്ടേ കോച്ചിങ്ങിന് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അത്രയ്ക്ക് ക്യാഷ് ഉള്ളവരാണ് ഇപ്പോൾ ആ റിസർവേഷൻ കാറ്റഗറി തന്നെ വരുന്നത്. അപ്പം ശരിക്കും ഈ റിസർവേഷൻ വേണ്ട കുട്ടികൾക്കൊന്നും ഇത് കിട്ടുന്നുമില്ല. ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് രീതിയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിനെ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ എക്കണോമിക് രീതിയിൽ എല്ലാ റിസർവേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് എക്കണോമി എന്നൊരു ഓപ്ഷനും കൂടെ വെച്ചിട്ട് അതിൻ്റെയും കൂടെ ഒരു മാനദണ്ഡത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും റിസർവ്ഡ് ആയിട്ടുള്ള കിഡ്സിന് കിട്ടും. സോ അത് ഞാൻ ജസ്റ്റ് പറയാൻ വേണമെന്നതല്ല. സോ NTA ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ശരിക്കും ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അറിയത്തില്ല. എന്തായാലും കൗൺസിലിംഗ് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. കൗൺസിലിങ്ങിന് സ്റ്റേ ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇനി നല്ല രീതിയിൽ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്ന് ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത്രയും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ.